നമ്മുടെ ഫോണിന് അബദ്ധവശാൽ ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോസൊക്കെ നമുക്ക് ഡിലീറ്റ് ആയി പോകാറുണ്ട് അല്ലേ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു ഫോട്ടോ, അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആയി പോവുക. സോ എത്ര പരിശ്രമിച്ചിട്ടും ഈ ഒരു ഡിലീറ്റ് ആയി പോയ ഫോട്ടോസ് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഈ ഒരു ഫോട്ടോ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തീർച്ചയായും നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തതിന് മുഴുവനായിട്ട് തന്നെ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് മാറ്റാനുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതിനെ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ സെർച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡിസ്ട്രിഗർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക കേട്ടോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണുക. അത് സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ്, അതുപോലെ തന്നെ സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ് എന്നുണ്ട്. നിങ്ങൾക്കവിടെ ബേസിക് സ്കാൻ എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ റൂട്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഇതിന് എഫക്റ്റീവായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ബേസിക് സ്കാനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ് എന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പെർമിഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് പെർമിഷൻ അലോ ചെയ്യണം. സോ ഇതിൽ തന്നെ ഒരു പോപ്പപ്പ് മെസ്സേജ് കാണും, ഗോ ടു സെറ്റിങ്സ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ അലോ ടു മാനേജ് ഓൾ ഫയൽസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് ബാക്ക് വരിക, ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരിക. ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു റിക്കവർ ചെയ്യാനുള്ള ഫോട്ടോസ് സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ സെറ്റിങ്സ്, അതായത് ഇഗ്നോർഡ് ബൈ സെറ്റിങ്സ് എന്നുണ്ടാകും. ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ മിനിമം ഫയൽ സൈസ് എന്നുണ്ടാകും. ഈ ഒരു മിനിമം ഫയൽ സൈസ് എന്നുള്ള ക്വാളിറ്റി ആയ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്കിതിൽ 10,000 എന്നുള്ള 1000 ആക്കുക. അതിനുശേഷം മിനിമം ഫയൽ ഡേറ്റ് എന്നുണ്ട്, അതൊന്നും കൊടുക്കേണ്ട. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന്, അതുപോലെ തന്നെ തംബ്നെയിൽ സൈസ് എന്നുണ്ട്, സ്മാൾ, മീഡിയം, അതുപോലെ തന്നെ ലാർജ് എന്നുള്ളത്. അത് മീഡിയം എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരുപാട് ഫോട്ടോസൊക്കെ ഈസി ആയിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ട്രിഗർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.